വെറും 4.99 ലാക്ക് റുപ്പീസിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് നിസാൻ മാഗ്നൈറ്റ് എന്നീ കോമ്പാക്ട് SUV ഓഫർ ചെയ്യുന്നത്. അതും ഇത്രയും ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നത് ഇതിൻ്റെ റൈവൽസായ നെക്സോണിനെയും സോണറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ വില കുറവിലാണ്. എല്ലാവർക്കും ബെസ്റ്റ് കാപ്പിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേരിയൻ്റായ XE വേരിയൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ മാഗ്നൈറ്റിൻ്റെ ബാക്കിയുള്ള വേരിയൻസോ അതായത് XV, XL തുടങ്ങിയ വേരിയൻസിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കൂടാതെ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും 2 കമ്പാരിസൺ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സോൺ വേഴ്സസ് മാഗ്നൈറ്റും സോണറ്റ് വേഴ്സസ് മാഗ്നൈറ്റും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. ചാനൽ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് കാപ്പിക്സിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. മാഗ്നൈറ്റ് XE ബേസ് വേരിയൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഡാറ്റ്സൻ്റെ റെഡിഗോയിലൊക്കെ കണ്ടുവന്നിരുന്നൊരു ഗ്രില്ല് പോലെയാണ് ഇതിലെയും ഗ്രില്ല് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, അപ്പീലിംഗ് ലുക്സ് ആണ് ഇതിൻ്റെ. മാത്രമല്ല സൈഡിൽ ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. സറൗണ്ട് ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതിന് കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് ഈ പെർട്ടിക്കുലർ വേരിയൻറ്റ് വരുന്നത്. സൈഡിലായിട്ട് ഹാലജൻ്റെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹാലജൻ മീൻസ് യെല്ലോ ലൈറ്റ്സ് ആണ്. LED DRLC വേരിയൻറ്റിൽ അവൈലബിൾ അല്ലെങ്കിലും L ഷേപ്പിൽ തന്നെ ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ റോക്കറ്റ് ലുക്കൊന്നും വരുന്നില്ല. LED DRLC പോലെ തോന്നുകയും ചെയ്യും ക്രോം ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഫ്രണ്ട് പ്രൊഫൈലിൽ ക്രോം ട്രീറ്റ്മെൻറ്റിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല. ഫ്രണ്ട് സ്കിറ്റ് പ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ബ്ലാക്ക് കളറിലാണ് ഓവറോൾ ബമ്പറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് ആണെങ്കിലും ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ കൊടുത്തിട്ടില്ല. അടുത്തതായി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പ് വേരിയൻസിലൊക്കെ വരുന്ന അതേ വീൽസിൻ്റെ സൈസ് തന്നെയാണ്. 195/65 R16 ആണ് ഇതിൻ്റെ സൈസ് സെയിം ആണെങ്കിലും ടയേഴ്സ് സ്റ്റീൽ റിംസ് ആണ്. വീൽ ക്യാപ്സ് ആണെങ്കിലും ബേസ് വേരിയൻ്റ് XE ആയതുകൊണ്ട് വരുന്നില്ല. ഇതിന് വീൽ ക്യാപ്സ് കൊടുത്തിരുന്നെങ്കിൽ സൈഡ് പ്രൊഫൈലിലെ ലുക്സ് കുറച്ചും കൂടി അപ്പീലിംഗ് ആവുമായിരുന്നു. അതിന് കുഴപ്പമില്ല, ഈ പ്രൈസ് പോയിന്റ് വരുന്ന വാഹനമാണല്ലോ. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. OR ബീംസിലല്ല വരുന്നത്. OR ബീംസ് ആണെങ്കിലും ബോഡി കളറിലല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. OR ബീംസ് കണക്റ്റഡ് ആയിട്ട് ബേസ് വേരിയൻ്റ് മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും ബോഡി കളർ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നി. ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റ് XE വേരിയൻ്റ് പോലും ബോഡി കളറല്ല ബ്ലാക്ക് കളറാണ് വരുന്നത്. പക്ഷേ 7 lakhs എക്സ്ഷോറൂം പ്രൈസ് ഉണ്ട്. അടുത്തതായി ഇതിൻ്റെ റേ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഹാലജൻ ടെയിൽ ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി സ്റ്റാൻഡേർഡ് അക്രോസ് ഓൾ വേരിയൻസ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടോപ്പ് വേരിയൻസിലും ഇതേ ടെയിൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഹാലജൻ ആണ്, LED അല്ല. റെയറിലാണെങ്കിലും സ്കിറ്റ് പ്ലേറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സിംഗിൾ കളറാണ്, സിംഗിൾ ടോൺ ആണ്. ബ്ലാക്ക് കളറിലാണ് ബമ്പർ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. 4 റെയർ പാർക്കിംഗ് സെൻസേഴ്സും ഈ വേരിയൻ്റ് അവൈലബിൾ ആണ്. അതൊരു വളരെ നല്ല ഫീച്ചറാണ്. സാധാരണ ബേസ് വേരിയൻറ്റുകളിലൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി 2 പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമേ വരാറുള്ളൂ. ഇതിൻ്റെ അടുത്ത അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഫീച്ചറാണ് റെയർ വൈപ്പറും ഡീഫോഗറും. അതും മറ്റൊരു വാഹനത്തിൻ്റെയും ബേസ് വേരിയൻറ്റ് ഓഫർ ചെയ്യാത്തൊരു ഫീച്ചറാണ്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഇതിൽ ഫങ്ഷണൽ റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. 50 kg വരെയുള്ള വെയിറ്റ് ഈ റൂഫ് റെയിൽസിന് എടുക്കാൻ പറ്റും. റെയറിൽ സെൻറ്ററിലായിട്ട് നിസാൻ്റെ ലോഗോയും അതിന് താഴത്ത് മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് ഇപ്പോൾ ആക്ച്വലി പുതിയ കാറുകളിലൊക്കെ വരുന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റൈലിങ്ങിലാണ് എഴുതിയിരിക്കുന്നത്. 336 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസും മാഗ്നൈറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അഡിക്വേറ്റ് ബൂട്ട് സ്പേസ് ആണ്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി സീറ്റ്സ് 60:40 സ്പ്ലിറ്റ് റേഷ്യോയിൽ മടക്കി വെക്കാവുന്നതാണ്. പക്ഷേ ഫ്ലാറ്റ് ഫോൾഡ് ആവില്ല, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫോൾഡ് ആവില്ല. ചെറിയൊരു ഹമ്പ് പോലെ അവിടെ നിൽക്കും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിലെ കൺട്രോൾസ് തന്നെ നോക്കാം. ഡ്രൈവർ സൈഡ് ഡോറിൽ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. 4 പവർ വിൻഡോസ് ആക്ച്വലി ഈ പ്രൈസ് പോയിന്റ് വളരെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫീച്ചറാണ്. മറ്റൊരു കോമ്പാക്ട് SUVയുടെയും ബേസ് വേരിയൻറ്റിൽ ഓൾ 4 പവർ വിൻഡോസ് വരുന്നില്ല. അതും ഈ പ്രൈസ് പോയിന്റിലാണ് ഈ വാഹനം ഓൾ 4 പവർ വിൻഡോസ് ഓഫർ ചെയ്യുന്നത്. OR ബീംസിൻ്റെ കൺട്രോൾസ് ഒന്നും ഇതിൽ വരുന്നില്ല. OR ബീംസ് മാനുവലി അകത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്യാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്ലോട്ടിൻ്റെ താഴത്തായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡോർ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഡീഫോഗറിൻ്റെ സ്വിച്ചും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ഒന്നും ബേസ് വേരിയൻറ്റിൽ വരുന്നില്ലെങ്കിലും മാനുവൽ എയർ കണ്ടീഷനിങ് അവൈലബിൾ ആണ്. എയർ കണ്ടീഷനിങ് കൺട്രോൾസിൻ്റെ താഴത്ത് കുറച്ച് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റോറേജ് ഏരിയ ആണ്. ടോപ്പ് വേരിയൻസിൽ ആക്ച്വലി ഓപ്ഷണലായിട്ട് അവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സ്റ്റോറേജ് ഏരിയയ്ക്ക് താഴത്തായി ഗിയർ ലിവറിൻ്റെ കുറച്ച് ഫ്രണ്ടിലായി അവിടെയും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ് വരുന്നത്. 12 വോൾട്ട് പവർ സോക്കറ്റ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിൻ്റെ AC വെൻസിൻ്റെ സ്റ്റൈലിംഗ് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ലംബോർഗിനി ഉറൂസ് എന്ന് റെപ്ലിക്കേറ്റ് ചെയ്തെടുത്തതാണെന്നും കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും കമൻറ്റ്സിൽ അറിയിക്കുക. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിൽ സിൽവർ ഫിനിഷോ ക്രോം ഫിനിഷോ ഒന്നും വരുന്നില്ല. OR ബീംസ് അകത്തുനിന്ന് തന്നെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റോട്ടറീസും അവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഫ്ലാറ്റ് ബോട്ടം ആണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്, പക്ഷേ ആക്ച്വലി ഫ്ലാറ്റ് ബോട്ടം അല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല, റൈറ്റ് സൈഡിൽ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ ഓവറോൾ പ്ലെയിൻ സ്റ്റിയറിംഗ് വീലാണ്. എന്നാലും ഓവറോൾ സിൽവർ ഫിനിഷിലാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നടുവിലായിട്ട് നിസാൻ്റെ പുതിയ ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലൊന്നും അല്ല, ബേസ് വേരിയൻ്റ് അത് എക്സ്പെക്റ്റഡും അല്ല. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് ലെവലേഴ്സിൻ്റെ ഡയൽ വന്നിട്ടുണ്ട്. അവിടെ വേറെ കൺട്രോൾസ് ഒന്നും വരുന്നില്ല. അത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ അവിടെ വരുന്നതാണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റിൽ അടുത്ത അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചറാണ് ഡേ നൈറ്റ് മാനുവൽ ഡേ നൈറ്റ് IRVM. മാനുവലായിട്ട് നിങ്ങൾക്ക് ഡേ നൈറ്റ് ക്രമീകരിക്കാൻ ഇതിൽ പറ്റും. സാധാരണ ഈ ബേസ് വേരിയൻറ്റുകളിലൊന്നും ഈ പ്രൈസ് പോയിന്റിൽ ഒരു വാഹനത്തിലും ഇത് വരുന്നില്ല. ഇതിൻ്റെ ഗ്ലോ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം ഡീപ്പാണ്. 15 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതിൽ തന്നെ വേറെ റാക്കൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള എളുപ്പത്തിന്. പക്ഷേ കൂൾഡ് ഗ്ലോ ബോക്സ് ഒന്നുമല്ല. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഇതിൻ്റെ ഓവറോൾ ക്യാബിൻ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എയറി ഫീലിംഗ് ഉണ്ട്. 2 ക്യാബിൻ ലാംപ്സും കമ്പനി ബേസ് വേരിയൻറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലാണ്, ഒന്ന് ബാക്കിലാണ്. ഒബ്വിയസ്ലി ഹാലജൻ ആണ്, അതായത് യെല്ലോ ലൈറ്റ്സ് ആണ്. ഇനി ഗിയർ ലിവറിന് തൊട്ട് പുറകിലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെയും പുറകിലായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വലിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഫ്രണ്ട് ആംബ്രസ്റ്റ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ആക്ച്വലി റെയർ ആംബ്രസ്റ്റ് അവൈലബിൾ അല്ല. ഇതിൻ്റെ ഡോർ പാഡ്സിൽ ആക്ച്വലി ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലുള്ള കാറുകൾക്കൊന്നും ഫാബ്രിക് ഫിനിഷ് വരാറില്ല. ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക്സ് ആണ് ഡോർ പാഡ്സിൽ വരാറുള്ളത്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്. നടുവിലായിട്ട് 4.2 ഇഞ്ചസിൻ്റെ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ ഡിജിറ്റലായിട്ടാണ് ഇതിൻ്റെ സ്പീഡ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ റെനോ ട്രൈബറിലും ക്വിഡിലും ഒക്കെ കാണുന്ന അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഓവറോൾ ക്യാബിൻ സ്പേസിംഗിലേക്കും റെയർ സീറ്റ്സിലേക്കും ഒക്കെ വരികയാണെങ്കിൽ റെയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ പ്രൈസ് പോയിന്റിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല. പക്ഷേ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റെയർ ആംറസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി ലെഗ് റൂമും നീ റൂമും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം മാഗ്നൈറ്റിൻ്റെ റെയർ സീറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അണ്ടത്തെ സപ്പോർട്ട് ഓക്കെ ആണ്. ഹെഡ് റൂം ആണെങ്കിലും 6 അടി പൊക്കക്കാർക്ക് വരെ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷേ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റെയർ AC വെൻസോ അത് 12 വോൾട്ട് പവർ സോക്കറ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിൻ്റെ എഞ്ചിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഇതിൽ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. ടർബോയുടെ ഓപ്ഷൻ മാഗ്നൈറ്റ് XCI ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 72 PS പവറും 96 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18.75 km/ലിറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ XC ബേസ് വേരിയൻറ്റ് വരുന്നില്ല. ഈ വേരിയൻറ്റിൻ്റെ ഒരു പോരായ്മയാണ് ക്ലച്ച് ഫുട്ട് റെസ്റ്റ് വരുന്നില്ല എന്നുള്ളത്. അത് ആക്ച്വലി ടോപ്പ് വേരിയൻസിലാണെങ്കിലും CVT ഒഴിച്ച് ക്ലച്ച് ഫുട്ട് റെസ്റ്റ് ഒരു വേരിയൻസിലും വരുന്നില്ല. 2 കളർ ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ, വൈറ്റും സിൽവറും. ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ പ്രൈസ് 4.99 lakhsലാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ഈ പെർട്ടിക്കുലർ XC 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 4.99 lakhs. ഇതിൻ്റെ ഡൽഹി ബേസ്ഡ് ഓൺ റോഡ് പ്രൈസ് 5,56,000 ആണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. 5.7 or 5.8 എക്സ്പെക്ട് ചെയ്യാം ഓൺ റോഡ് കൊച്ചി. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒത്തിരി യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സും നിസാൻ മാഗ്നൈറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 4.99 lakhsലാണ് ഇതിന് all 4 പവർ വിൻഡോസ്, റെയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ, ഓൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ബോഡി കളർ ഡോർ ഹാൻഡിൽസ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഓഫർ ചെയ്യുന്നത്. സോ ഇതൊരു വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ആവും. പവർ ഒരു വിഷയമല്ല എന്നുള്ളവർക്ക്, കാരണം 72 PS പവർ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അത്ര അടിപൊളി അല്ല. പിന്നെ സ്റ്റിയറിംഗ് സോഫ്റ്റ് ആയതുകൊണ്ട് മനൂവർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡ്രൈവിംഗ് ഡൈനാമിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര പ്രിസൈസ് അല്ല. നിങ്ങൾ മാഗ്നൈറ്റിൻ്റെ ബാക്കിയുള്ള വേരിയൻസിൻ്റെ റിവ്യൂ, അതേപോലെ അതിൻ്റെ സേഫ്റ്റി, അതുപോലെയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ഇന്നത്തെ നിസാൻ മാഗ്നൈറ്റ് XC ബേസ് വേരിയൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള വേരിയൻസിൻ്റെയും റിവ്യൂസിൻ്റെയും കമ്പാരിസൺസിൻ്റെയും ഒക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.